ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിന് ഒരു വലിയ ആനുകൂല്യമാണ് ലഭിച്ചത്. കാരണം ബിഗ് ബോസിൽ എങ്ങനെ ഗെയിം മാറ്റണമെന്ന് ബിഗ് ബോസ് ജാസ്മിന് ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഉണ്ടായത്. കാരണം ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും ഇതുപോലെയുള്ള സൂചനകളൊക്കെ കൊടുക്കാലോ. ജാസ്മിൻ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലുള്ളവരെ കൊണ്ട് എന്തിന് സംസാരിപ്പിച്ചു, എന്തുകൊണ്ട് അത് ടെലികാസ്റ്റ് ചെയ്തില്ല, ജാസ്മിനും ആപ്പയും തമ്മിലുള്ള സംസാരം ഇതുവരെയും ലൈവിലോ അല്ലെങ്കിൽ എപ്പിസോഡിലോ ഒന്നും കാണിച്ചിട്ടില്ല. അത് മാത്രമല്ല, ബിഗ് ബോസ് ജാസ്മിനും ഗംഭീറും തമ്മിലുള്ള ഈ പ്രണയം അല്ലെങ്കിൽ പ്രണയ നാടകം എന്ന് പറയുന്ന ഈ സംഭവം പുറത്ത് വലിയൊരു നെഗറ്റീവ് ആകുന്നുണ്ടെന്ന് കണ്ട് ജാസ്മിന് സൂചന കൊടുത്തതാകാനാണ് സാധ്യത. കാരണം ജാസ്മിൻ അത്യാവശ്യം ഒരു നല്ല മത്സരാർത്ഥിയാണ് ബിഗ് ബോസിനുള്ളിൽ. അപ്പോൾ ജാസ്മിന് വിട്ടുകളയുക എന്നത് ബിഗ് ബോസ് എന്തായാലും ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം അത്യാവശ്യം ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ എല്ലാവരോടും മുഖത്ത് നോക്കി തർക്കിക്കാനും പറയാനും ഒക്കെ കരുത്തുള്ളൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ ജാസ്മിനെ എന്തായാലും ബിഗ് ബോസ് അവിടെ നിന്ന് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് വലിയൊരു കള്ളത്തരം കൂടി പുറത്തു വരികയാണ്. കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച ശേഷം ജാസ്മിന്റെ വാപ്പ ആശുപത്രിയിലാണെന്ന വിവരം ബിഗ് ബോസ് അറിയിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ബിഗ് ബോസ് പറയുന്നതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല. ജാസ്മിന്റെ വാപ്പയ്ക്ക് ജാസ്മിനോട് സംസാരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ജാസ്മിനാണ് പറയുന്നത് ഇങ്ങനെ സർജറി ഉണ്ട്, ബ്ലോക്കാണ് എന്നൊക്കെ പറയുന്നത്. വാപ്പ ആശുപത്രിയിലാണെന്നും സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടും. എന്നാൽ ജാസ്മിനും വാപ്പച്ചിയും സംസാരിക്കുന്നത് ബിഗ് ബോസ് സംപ്രേക്ഷണം ചെയ്തിട്ടില്ല. ഇത് പ്രേക്ഷകരെ വലിയ രീതിയിൽ സംശയത്തിലാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ജാസ്മിന്റെ വാപ്പയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വാപ്പയ്ക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നും അതിന്റെ സർജറിക്കായിരിക്കാം വാപ്പ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതെന്നുമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞത്. എന്നാൽ ജാസ്മിന്റെ വാപ്പയെ പുനലൂരിൽ ഒരു ബേക്കറിയിൽ വെച്ച് കണ്ടെന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ലെന്നും ജാസ്മിന്റെ നാട്ടുകാർ തന്നെ പറയുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ.